അത് സുഹൃത്തുക്കളുടെ വീടിന് തീ പിടിച്ചെന്ന് അറിഞ്ഞപ്പോൾ എത്തിയ ആളുകളടക്കം ഇപ്പോൾ ഉണ്ട്. താനും ചേട്ടൻ്റെ ഇവിടെയാണ്, സ്ഥലം എവിടെയാണോ? ഞാൻ ഇവിടെ തന്നെയാണ്. എന്താ സംഭവിച്ചത്? ഇത് തീപിടുത്തം കുറേ വർഷങ്ങളായിട്ട് ഈ ഭൂമി തൊട്ടടുത്തടുത്ത് ഇങ്ങനെ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. തീപിടുത്തം വന്നാൽ തൊട്ടടുത്ത വീട്ടിലേക്ക് പെട്ടെന്ന് തന്നെ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംഭവിച്ചതാണ്. ബാക്കിയുള്ള ആളുകളൊക്കെ സുരക്ഷിതമാണല്ലോ അല്ലേ? സുരക്ഷിതമാണോ ഇല്ലെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. ചേട്ടപ്പോൾ വന്നിട്ടുള്ളൂ ജോലി ചെയ്യുന്നത്? ഞാൻ ടാക്സി ഡ്രൈവറാണ്, ഓട്ടോ ഓടുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പല ആളുകളും ജോലി കഴിഞ്ഞ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സുജിയ, പല ആളുകളും ആ ജോലി കഴിഞ്ഞ് എത്തിയത് മാത്രമേ ഉള്ളൂ. അവരൊക്കെയാണ് ഇപ്പോൾ ഈ സ്വന്തം വീട് അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ വീട് അങ്ങനെയുള്ള കാര്യങ്ങൾ. ചേട്ടാ സാറേ, എല്ലാം രക്ഷപ്പെടുത്താൻ എല്ലാം രക്ഷപ്പെടുത്തൽ വേണ്ടി വന്നില്ല. ആൾക്കാരെല്ലാം ഞങ്ങൾ വന്നപ്പോഴേ മാറിയായിരുന്നല്ലേ. ബാക്കിയുള്ള പറഞ്ഞു ഞങ്ങൾ അതുകൊണ്ടാണ് ബാക്കി ഇത്രയും വീടുകൾ രക്ഷപ്പെടുത്തി ഞങ്ങൾ വന്നതുകൊണ്ടാണ്. അടുത്തടുത്ത് വീടുകൾ വലിയൊരു അതുകൊണ്ടാണ് അടുത്തടുത്ത് വീടുകളുള്ളതുകൊണ്ട് പെട്ടെന്ന് സംഭവിച്ചത് എന്തെങ്കിലും അത് നമ്മൾ അവസാനം അറിയാം. എന്താണെന്ന് അറിയാൻ പറ്റില്ല. ഞങ്ങൾ ഇപ്പോൾ അടച്ചു, ഞങ്ങൾ നിൽക്കുന്നതേ ഉള്ളൂ. സാധ്യത വെച്ചാൽ അറിയാം. സാറേ, ഗ്യാസ് സിലിണ്ടർ ബ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഒരു സിലിണ്ടർ പൊട്ടിയിട്ട് ഒരു സിലിണ്ടർ അകത്ത് എൻ്റെ പീസ് അകത്ത് പോയിരുന്നു. 2 സിലിണ്ടറോളം പൊട്ടി. പിന്നെ അല്ലാതെ പ്രശ്നങ്ങളുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ല ഇപ്പം നിലവിൽ. ചേട്ടൻ ഇവിടെയാണ് അങ്ങനെ ഇവിടെ അറിഞ്ഞു വന്ന സ്ഥലം പരിചയമുള്ളതാണോ? ഈ സ്ഥലം പരിചയമുള്ളതാണ്. ഇതൊക്കെ വീടുകൾ അടുത്തടുത്താണ്? ഇദ്ദേഹത്തെയും പരിചയമുള്ളതാണ്. ഇതിൻ്റെ ഓണറിനെ പരിചയമുള്ളതാണ്. തൊട്ടടുത്തടുത്ത വീടുകൾ? ഇവിടെ അടുത്തടുത്തുള്ള വീടുകളാണ്. കുറേ വീടുകളുണ്ട്. ഇവിടെ മൊത്തം അടുത്തുള്ള വീടുകളാണ്, കുടിലുകളാണ്. അല്ലെ ബിൽഡിംഗ് ആയിട്ടൊന്നും ഇല്ല, എല്ലാം കുടിലുകളാണ്. ഇവരൊക്കെ എങ്ങനെയാണ്? ഈ വീട് അല്ല, ഈ വീട് ഇതാണ്, കട്ടടയായിരുന്നു. മേളിൽ ഷീറ്റൊക്കെ ആയിരുന്നു. എല്ലാ വീടിനും മുകളിൽ ഷീറ്റാണ്. അതിന് ഒരു ടെമ്പററി ഹട്ടാണ് ഇവിടെ മൊത്തം ഉള്ളത്. വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെ. കാര്യം ഇത് എന്തോ പുറമ്പോക്ക് സ്ഥലമാണ്. ഈ കാണുന്ന വീട് പോലെ തന്നെയാണ്? ഇതുപോലൊക്കെ തന്നെയായിരുന്നു. ഇത്തരത്തിലുള്ള വീടുകൾ ഒന്ന് ദൃശ്യങ്ങൾ മനു ബാലകൃഷ്ണൻ ഈ ദൃശ്യങ്ങൾ കാണിക്കാം. ഇത്തരത്തിലുള്ള വീടുകളാണ് എല്ലാം തന്നെ ഉള്ളത്. ഇങ്ങനെ സിമെന്റിന്റെ കട്ട വെച്ചുണ്ടാക്കി മുകളിൽ ഷീറ്റ് പാകിയ വീടുകളായിരുന്നു. പക്ഷേ ഈ വീടിന് ഇരുമ്പിന്റെ പൈപ്പ് വെച്ചിട്ടുള്ള സീലിംഗ് റൂഫുകളാണുള്ളത്. പക്ഷേ ഈ വീടുകൾക്കെല്ലാം തന്നെ മരത്തിൻ്റെതായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് ചെറിയ വീടുകൾ, ഒരു കുടിലെന്ന് പറയാവുന്ന തരത്തിലുള്ള ഇത് മാത്രമാണ്. അങ്ങനെയുള്ള വീട്ടിലാണ് ഇങ്ങനെ ഒരു ആളൊഴിഞ്ഞ വീട്ടിലുണ്ടായിരുന്ന ഒരു അഗ്നിബാധ. അവിടെ നിന്നാണ് തൊട്ടടുത്തുള്ള 5 വീടുകളിലേക്ക് പൂർണ്ണമായും പറയുന്നത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതോടുകൂടെ തന്നെ തൊട്ടടുത്തുള്ള 4 വീടുകളും പൂർണ്ണമായിട്ടും കത്തി. ഒരു വീട്ടിൽ പൊട്ടിത്തെറിച്ചതാണ്. പിന്നെ തൊട്ടടുത്ത വീട് ഭാഗികമായി നശിക്കുന്നു. അവിടെയുള്ള ആളുകളെയൊക്കെ തന്നെ, അതായത് തീ പുകയാണ് ഇപ്പോൾ ദിലീപ് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ചിതറിക്കിടക്കുന്ന പാത്രങ്ങൾ, എരിഞ്ഞ് ഇല്ലാതായി പോയ മനുഷ്യരുടെ സ്വപ്നങ്ങളായ ആ വീടിനുള്ളിൽ വശം നമ്മൾ കാണുകയാണ്. എല്ലാം ഇനി ഒന്നേന്ന് തുടങ്ങണം. അതുകൊണ്ട് തന്നെ ആ സങ്കടം അടക്കാൻ കഴിയാതെ ആ മനുഷ്യർ ആ കത്തിക്കരിഞ്ഞ വീടിന് പുറത്ത് മക്കളെയും അടുക്കി പിടിച്ചൊരു അമ്മ കാത്തിരിക്കുന്നത് നമ്മൾ കണ്ടു. ജീവൻ രക്ഷപ്പെട്ടു. പക്ഷേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി കിടപ്പാടം മുതൽ ഒന്നേന്ന് തുടങ്ങണം എന്നുള്ളതാണ് അവരുടെ ഏറ്റവും സങ്കടകരമായ ജീവിത സാഹചര്യമായി നമ്മുടെ മുന്നിൽ വരുന്നത്. കൊല്ലത്തു നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടത്.